നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാലൻഡിയോറിന് ഏറ്റവും അധികം നോമിനേഷൻ ലഭിച്ചത് ആർക്കാണ്? കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ ബാലൻഡിയോർ നൽകുന്ന ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ആ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ബാലൻഡിയോറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ നോമിനേഷൻ ലഭിച്ചയാൾ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 18 തവണയാണ് അദ്ദേഹത്തിന് ബാലൻഡിയോർ നോമിനേഷൻ ലഭിച്ചത്. ഈ 18 തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 5 തവണയാണ് ബാലൻഡിയോർ ലഭിച്ചതെങ്കിൽ രണ്ടാമതുള്ളത് ലയണൽ മെസ്സിയാണ്. അദ്ദേഹത്തിന് 16 തവണ ബാലൻഡിയോർ നോമിനേഷൻ ലഭിച്ചു. 8 തവണ അദ്ദേഹം ബാലൻഡിയോർ നേടുകയും ചെയ്തു. ബാലൻഡിയോറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ ആ പുരസ്കാരം സ്വന്തമാക്കിയ ആൾ ലയണൽ മെസ്സിയാണ്. പിന്നെ തൊട്ടുപുറകിൽ 3-ാം സ്ഥാനത്ത് ആരാന്നറിയോ? അത് പൗലോ മാൽദീനിയാണ്. മാൽദീനിക്ക് 13 തവണയാണ് ബാലൻഡിയോർ നോമിനേഷൻ ലഭിച്ചത്. 4-മത് യോഹാൻ ക്രൈഫ്, അതുപോലെ ഫ്രാൻസ് ബെക്കം ബോവർ, കരീം ബെൻസീമ എന്നിവരുണ്ട്. അവരൊക്കെ 12 തവണ വീതമാണ് ബാലൻഡിയോർ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. 5-ാം സ്ഥാനത്ത് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്, ജിയാൻ ലുഗി ബഫൻ, സിനദിൻ സിദാൻ, മിഷേൽ പ്ലാറ്റീനി, യുസേബിയോ എന്നിവരാണുള്ളത്. അവർക്കൊക്കെ 11 തവണ വീതമാണ് ബാലൻഡിയോറിന് നോമിനേഷൻ ലഭിച്ചത്. ഏതായാലും ഇത്തവണ ഇനിയും വീണ്ടും ലയണൽ മെസ്സിക്ക് ബാലൻഡിയോർ നോമിനേഷൻ ലഭിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുപോലൊരു പക്ഷേ ക്രിസ്ത്യാനോക്കും ലഭിച്ചേക്കാം. കാത്തിരിക്കാം ഇത്തവണത്തെ ബാലൻഡിയോർ നോമിനേഷൻ പ്രഖ്യാപനത്തിനായി. ഇത്തവണ ബാലൻഡിയോർ സമ്മാനിക്കുന്നത് ഒക്ടോബർ 26-ന് ലണ്ടനിൽ വെച്ചാണ് എന്ന് ഓൾറെഡി ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സെപ്റ്റംബറിൽ നമ്മൾ ബാലൻഡിയോർ നോമിനേഷൻ ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.